Nana Narayanan, and this is Sims Education Center Malappuram. So we are dealing with the major paper prose 1, major paper 1 prose, the 7th chapter, lectures by J.B. Priestley. Introduction. John Boynton Priestley, 1894 to 1983, was born in Bradford, Yorkshire on September 13, 1894. He was educated at Trinity Hall, Cambridge. His writing career began even when he was at Cambridge. He earned his reputation as a critic for his articles, which appeared in Saturday Review and Weekend Review. He wrote novels which include The Good Companions, The Angle Pavement, Far Away, Wonder House, and Lost Empires. Then he turned his attention to the theatre, and some of his plays are The Dangerous Corner, When We Are Married, and Inspector Calls. His collection of essays appeared under titles like Brief Diversions, Papers from Lilliput, All About Ourselves, and Self-Selected Essays. അപ്പോൾ ജോൺ ബോയ്ട്ടൺ പ്രീസ്ലി ജനിച്ചത് ബ്രാഡ്ഫോർഡിൽ യോർക്ക്ഷയറിൽ 1894 സെപ്റ്റംബർ 13 അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ട്രിനിറ്റി ഹാളിലായിരുന്നു. അപ്പോൾ അദ്ദേഹം കേംബ്രിഡ്ജിലായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം അങ്ങനെ ഫേമസ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാറ്റർഡേ റിവ്യൂവിലും വീക്കെൻഡ് റിവ്യൂവിലൊക്കെ ഇങ്ങനെ ആർട്ടിക്കിൾസ് എഴുതുമായിരുന്നു. അങ്ങനെ ഒരു ക്രിട്ടിക് എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹം നോവൽസ് എഴുതിയിട്ടുണ്ട്. ദ ഗുഡ് കമ്പാനിയൻസ്, ദ ആംഗിൾ പേയ്മെൻറ്റ്, ഫാർ അവേ, വണ്ടർ ഹൗസ്, ലോസ്റ്റ് എംബേഴ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ നോവൽസാണ്. പിന്നെ അദ്ദേഹത്തിന് ചില ഡ്രാമാസാണ്. ദ ഡേഞ്ചറസ് കോർണർ, വെൻ വി ആർ മാരീഡ്, പിന്നെ ആൻ ഇൻസ്പെക്ടർ കോൾസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഡ്രാമാസാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് എസ്സേസ് എന്ന് പറയുന്നത് ബ്രീഫ് ഡൈവേർഷൻ, പേപ്പേഴ്സ് ഫ്രം ലില്ലിപുട്ട്, ആൾ അബൌട്ട് അവർ സെൽഫ് സെലക്റ്റഡ് എസ്സേസ് എന്നിവയൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഒരു സമ്മറിയാണ്. J.B. Priestley says that it is foolish to hear a lecture and it is more foolish to give lecture. One has been asked to give 2 lectures at Stockton Literary Society and now realizes his mistake for accepting the offer. The secretary of the society has assured him that he will get a hearty welcome. അപ്പം എന്താ പറയുകയെന്ന് വെച്ചാൽ J.B. പ്രീസ്ലിയുടെ അഭിപ്രായത്തിൽ ഒരാൾ ഒരു പ്രസംഗം നടത്തുക എന്ന് പറയുന്നത് ഒരു ഫുളിഷായിട്ടുള്ളൊരു കാര്യമാണെന്നാണ്. അപ്പം ഒരു വ്യക്തി സ്റ്റോക്ലിംഗ്ടൺ ലിറ്റററി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് 2 പ്രസംഗം നടത്താമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്തൊരു മിസ്റ്റേക്കാണെന്ന്. അപ്പം ഈ ഒരു സെക്രട്ടറി, ആ ലിറ്റററി സൊസൈറ്റിയുടെ സെക്രട്ടറി പറഞ്ഞത് എന്താ പറയുക, അയാൾക്ക് നല്ല രീതിയിൽ എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നൊക്കെയായിരുന്നു. Priestley is reluctant to give lectures because he knows his skill in the art of giving lectures. He wonders what purpose will be served by his lectures at a time when actresses are asked to write articles. As he is shy, a feeling of revulsion engulfs him with regard to the audience, the town, and even the subject of the lecture. There is a fear in him that his lectures will make his readers lose interest in his writings. He knows he is not gifted with a handsome presence, a charming and cunningly modulated voice, which is essential for a lecturer. Writing is his profession, wherein he feels himself unchallenged, and a platform is not the place to reveal his real work. അപ്പോൾ പ്രീസ്ലി എന്താ പറയുക, ലെക്ചേഴ്സ് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടത്താൻ തയ്യാറല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് അതിലുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയായിരുന്നു. അപ്പം എന്താ പറയുക, മീൻസ് അദ്ദേഹത്തിൻ്റെ ലെക്ചർ കേട്ടിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഷൈ ആയിരുന്നു അദ്ദേഹം. എന്താ പറയുക, മീൻസ് ഇങ്ങനെ ഓഡിയൻസിനെ ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ലെക്ചറിൻ്റെ, ആ ഒരു പ്രസംഗത്തിൻ്റെ ടോപ്പിക്ക് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിക്കുന്ന വായനക്കാരില്ലേ, അവർക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് ഇല്ലാതെയാവുമെന്ന്.
മീൻസ് അയാൾ പ്രസംഗം അങ്ങനെയാണ്, അയാളുടെ എഴുത്തൊന്നും ഇനി വായിക്കേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിൽ എത്തുമോ എന്നുള്ളൊരു ടെൻഷൻ. അപ്പം അദ്ദേഹം അങ്ങനെ വളരെ ഹാൻസം ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല മോഡുലേറ്റഡ് വോയിസ് മോഡുലേഷനൊക്കെ ഉള്ള ഒരാളൊന്നും അല്ല. അതൊക്കെ എന്താണോ ലെക്ചർക്ക് വേണ്ട കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ റിയൽ ചാലഞ്ച് മീൻസ് റിയൽ ഇത് കാണിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയാണ്, അല്ലാണ്ട് ലെക്ചറിലൂടെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Priestley then goes to explain the differences between readers and the audience. He calls the readers dear because they remain unseen. But as lecturer, he has to face rows of faces so maddeningly fixed, immobile and senseless. So he realizes that there is a sea of difference between readers and the audience. Further, Priestley humorously remarks that those who attend lectures are see a man make a fool of himself. Even the organizers seem to be indifferent towards the lecturers. Priestley pictures the lecturers surrounded by those who show no inclination to hear him talk. അപ്പം റീഡറിൻ്റെ ഓഡിയൻസിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പ്രീസ്ലി പറയുന്നുണ്ട്. ഈ കാണാത്ത റീഡേഴ്സിന് അദ്ദേഹം ഡിയേഴ്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ലെക്ചറർ എന്താണ്, അയാൾ കാണുന്നുണ്ട്, ഒരുപാട് മുഖങ്ങൾ കാണുന്നുണ്ട്. ചിലപ്പോൾ മാഡായിട്ടുള്ള ആളുകളായിരിക്കാം, ചിലപ്പോൾ ഇമ്മൊബൈലായിരിക്കാം, ഇറ്റ് മീൻസ് എന്താ പറയുക, നിശ്ചലമായിട്ട്, ചിലപ്പം ഇങ്ങനെ ഒരു സെൻസ്ലെസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്താണ്, റീഡേഴ്സും ഓഡിയൻസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, മീൻസ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാണ്. പിന്നെ അദ്ദേഹം ഹ്യൂമറസ്ലി പറയുന്നുണ്ട്, എന്താ പറയുക, ഈ ലെക്ചർ കേൾക്കാൻ വരുന്നത് ഇങ്ങനെ എന്തോ ഒരു പകയുള്ള പോലത്തെ ആളുകളാണ്. എന്താ പറയുക, ഇവരിങ്ങനെ കേൾക്കാതിരിക്കുന്നവർ ഈ ലെക്ചർ തന്നെ ഒരു എന്താ പറയുക, മീൻസ് അദ്ദേഹത്തിൻ്റെ ഒരു ലെക്ചറിനോട് താല്പര്യമില്ലാതെ, അദ്ദേഹം സംസാരിക്കാനും താല്പര്യമൊന്നും ഇല്ലാത്ത കുറേ ഓഡിയൻസും അതിൻ്റെ സംഘാടകരും എന്ന പോലെയൊക്കെ അദ്ദേഹത്തിന് തോന്നുകയാണെന്ന് പറയുന്നുണ്ട്. Next, Priestley says that the success of a successful lecturer is that he likes his own voice. അപ്പോൾ ഒരു പ്രീസ്ലി പറയണത് എന്താ പറയുക, ഒരു ലെക്ചററിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വോയിസിലാണ് ഇരിക്കുന്നത്. മീൻസ് അയാൾക്ക് അയാളുടെ വോയിസിനെ അയാൾ ഇഷ്ടപ്പെടണം. He would feel thrilled with pleasure at the sound of himself. The bad lecturer is known by his grimaces and scowling voice. അപ്പോൾ അയാൾക്ക് ഒരു ത്രില്ല് ഉണ്ടാവണം അദ്ദേഹത്തിൻ്റെ ഒച്ച കേട്ടിട്ട്. അപ്പോൾ ഒരു ബാഡ് ലെക്ചറർ എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങനെ ഓരോ ചേഷ്ടയൊക്കെ കാണിച്ച് ഇങ്ങനെ ഒരു കോപം വരുന്ന പോലത്തെ സൗണ്ട്, അതൊക്കെ ഒരു ബാഡ് ലെക്ചററുടെ ഒരു എക്സാമ്പിളാണ്. The author suggests by sending such lecturers across American Middle West, an eager audience will change their attitude in regard to the attending the lecturers. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് പറയുക, ഇങ്ങനെ അമേരിക്കൻ മിഡിൽ വെസ്റ്റിലൊക്കെ പോകണം. അപ്പോൾ ഇങ്ങനെ ഈഗറായിട്ടുള്ള ഓഡിയൻസൊക്കെ എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റും ഇങ്ങനെ ലെക്ചർ കേൾക്കാൻ പോകുന്നത്. The message is clear. അപ്പോൾ ഈ മെസ്സേജിൽ എന്താ പറയണത് വെച്ചാൽ, there are people who are born for giving lectures. ചില ആളുകളുണ്ടാവും ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് കഴിവുകളുള്ള, അതിനായിട്ട് ജനിച്ച പോലുള്ള ആളുകളുണ്ടാവും. There are those who prefer to articulate their ideas through their writings. പിന്നെ എന്താണ്, എഴുത്തുകളിലൂടെ അവനവൻ്റെ ഐഡിയാസ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളും ഉണ്ടാവും. So it is better than they are not asked to exchange their roles. അപ്പോൾ എന്താണ്, ഒരു എഴുത്തുകാരൻ അയാളുടെ ജോലി ചെയ്യുക, ഒരു പ്രാസംഗികൻ അയാളുടെ ജോലി ചെയ്യുക, അവരുടെ രണ്ടുപേരുടെയും റോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യരുത് എന്ന്. മീൻസ് ഒരാൾക്ക് കഴിവുള്ള കാര്യങ്ങളിൽ അയാൾ എന്താ പറയുക, അയാളുടെ പ്രവർത്തികൾ ചെയ്യുക, കഴിവില്ലാത്തതിൽ അയാൾ വെറുതെ ഇൻവോൾവ് ആവാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു ലെക്ചേഴ്സ് എന്നുള്ള ഈ ഒരു എസ്സേ മീൻസ് ഇതിലൂടെ പറയുന്നത്. What does Priestley say about authors who give lectures? അപ്പം എഴുത്തുകാരായ ആളുകൾ ലെക്ചേഴ്സ് കൊടുക്കുന്നവരെ കുറിച്ച് മീൻസ് പ്രസംഗം നടത്തുന്നതിനെ കുറിച്ച് പ്രീസ്ലിയുടെ അഭിപ്രായം എന്താണ്? Authors are expected to know more about the world, so they are qualified to give lectures. But as an author, Priestley differs from this view. He feels that lecturing is a dead loss, and he has to think economically in terms of time. Personally, he feels aversion while giving lecture. He fears that by giving lecture, he may lose a number of readers of his books. He is one of the view that authors will not be successful speakers. അപ്പം എന്താ പറയണ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രസംഗം നടത്തുന്നതോടെ ആളുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഓതേഴ്സ് ശ്രമിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, അദ്ദേഹം അങ്ങനെയല്ല. എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലെക്ചറിങ് എന്ന് പറയുന്നത് ഒരു ഡെഡ് ലോസ് ആണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, എക്കണോമിക്കലായിട്ട്
ചിന്തിക്കുകയാണ്. മീൻസ് ടൈം ചുരുക്കാനായിട്ട്. പേഴ്സണലി അദ്ദേഹത്തിന് ലെക്ചറിങ് ഇഷ്ടമല്ല, അദ്ദേഹത്തിന് പേടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വായനക്കാരുടെ എണ്ണം കുറയും അദ്ദേഹത്തിൻ്റെ ലെക്ചർ കേട്ടിട്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പം ഈ എഴുത്തുകാരൊന്നും ഒരിക്കലും ഒരു സക്സസ്ഫുൾ സ്പീക്കർ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വാട്ട് ആർ പ്രീസ്ലീസ് തോട്ട്സ് അബൌട്ട് ദ ഓഡിയൻസ് ഹി ഫേസസ്? അപ്പം അദ്ദേഹത്തിനെ ഫേസ് ചെയ്യുന്ന ഓഡിയൻസിനെ കുറിച്ചുള്ള പ്രീസ്ലിയുടെ ചിന്തകൾ എന്തൊക്കെയാണ്? First he says that the audience are not like his readers. They seem to be dreary people who do not know how to pass an evening. They are eager to see a man make a fool of himself. They seem to mock to an author. Finally, Priest says that for an author, lecturing is not the vocation. അപ്പോൾ അദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ ലെക്ചർ കേൾക്കുന്ന, ഈ ഒരു പ്രസംഗം കേൾക്കുന്ന ആളുകൾ ഒരിക്കലും എന്താണ്, റീഡേഴ്സിൻ്റെ പോലെയല്ല, വായനക്കാരെ പോലെയല്ല. അവർ ഭയങ്കര ഒരുപാട് ചിന്തിക്കുന്ന അങ്ങനെയുള്ള തരത്തിലുള്ള ആളുകളായിരിക്കും. അവരെങ്ങനെ സമയം ചെലവഴിക്കണമെന്ന് അറിയാത്തവരായിരിക്കും. അവരൊരു വ്യക്തിനെ സ്വയം ഫൂളാവുന്നത് കാണാനിരിക്കുന്നവരായിരിക്കും. അവരൊരു എഴുത്തുകാരനെ കളിയാക്കും. അപ്പോൾ എന്താ പറയുക, ഒരു ഓഥർക്ക് ലെക്ചറിങ്ങിന് ഒരു യോഗ്യതയും ഇല്ല എന്നാണ് പ്രീസ്ലി പറയുന്നത്. How does Priestley contrast the successful lecturer with the bad one? According to Priestley, the successful lecturer is one who takes a delight in his voice. He feels thrilled that he has delivered something interesting to the audience. He seems to be obviously enjoying him too. In the same way, the bad lecturer communicates his distaste. Such bad lecturers are successful in ways other than the subject that they are expected to deliver. അപ്പോൾ പ്രീസ്ലി എങ്ങനെയാണ് സക്സസ്ഫുൾ ലെക്ചറേയും ബാഡ് ലെക്ചറേയും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്? പ്രീസ്ലിയുടെ അഭിപ്രായത്തിൽ ഒരു സക്സസ്ഫുൾ ലെക്ചർ എന്ന് പറയുന്നത് വളരെ നല്ല ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള വോയിസ് ഉള്ള ഒരാളായിരിക്കും. അതുപോലെ തന്നെ അയാൾക്ക് ത്രില്ല് തോന്നും. അദ്ദേഹം ഓഡിയൻസിന് ഒരുപാട് ത്രില്ലിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ പറയുന്നതെന്നുള്ളത്. അപ്പം അയാൾ ആ ജോലി എൻജോയ് ചെയ്യുന്നുണ്ടാവും. അതേസമയം ഒരു ബാഡ് ലെക്ചർ ആണെങ്കിൽ അയാൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊന്നും കഴിയില്ല. അപ്പോൾ ബാഡ് ലെക്ചേഴ്സ് എന്താണ്, ഇങ്ങനെ എന്താ പറയുക, സക്സസ്ഫുൾ ആവില്ല. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യമില്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അങ്ങനെയായിരിക്കും പോവുകയെന്ന്. അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അടുത്തത് 8th ചാപ്റ്റർ, ഇൻ പ്രൈസ് ഓഫ് മിസ്റ്റേക്സ്. റോബർട്ട് ലൈൻഡ്, born in Ireland and educated at the Royal Academical Institution and Queen's College, Belfast. He met the renowned essayist A.G. Gardner and took up a job with the newspaper Daily News. Later, he contributed articles to the New Statesman. Some of his published works are Portraits and Impressions, 1908, The Book of This and That, 1915, and The Pleasures of Ignorance. It is said that Lynde has touched up almost all subjects under the sun. His essays are marked by subtle humor and delightful charm. He surprises us by looking at ordinary things in a different way. സോ റോബർട്ട് ലൈൻഡ് എന്ന് പറയുന്നത് ജനിച്ചിട്ടുള്ളത് അയർലൻഡിലാണ് 1879. അദ്ദേഹം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത റോയൽ അക്കാഡമിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അതുപോലെ തന്നെ ക്യൂൻസ് കോളേജ് ബെൽഫാസ്റ്റിലും കൂടെയാണ് അദ്ദേഹം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അദ്ദേഹം ഒരു എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള എസ്സേയിസ്റ്റായുള്ള A.G. ഗാർഡനറിനെ കണ്ടു. അവിടെ പിന്നെ ഡെയിലി ന്യൂസിലാണ് അദ്ദേഹം ജോലി സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അദ്ദേഹം ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് പബ്ലിഷ്ഡ് ആയിട്ടുള്ള വർക്ക്സാണ് പോർട്രേറ്റ്സ് ഓഫ് ആൻഡ് ഇംപ്രഷൻസ്, ദ ബുക്ക് ഓഫ് ദിസ് ആൻഡ് ദാറ്റ്, ദ പ്ലഷർ ഓഫ് ഇഗ്നോറൻസ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ലൈൻഡ് ഹാസ്, അപ്പോൾ എന്താ പറയണത്, ലൈൻഡ് അദ്ദേഹം സൂര്യന് കീഴിലുള്ള എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ എസ്സേസ് എന്ന് പറയുന്നത് ഹ്യൂമറസ് ആയിരിക്കും, വളരെയധികം ഡിലൈറ്റ്ഫുൾ ആൻഡ് ചാമായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്താ പറയുക, ഭയങ്കര അട്രാക്റ്റീവ്, വളരെ മനോഹരവും അട്രാക്റ്റീവും ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നുണ്ട്.
അദ്ദേഹം നമ്മളെയൊക്കെ നമുക്കൊക്കെ ഓരോ സർപ്രൈസ് തരുന്ന പറയണത്. എന്ത് മീൻസ് ഇങ്ങനെ സാധാരണ കാര്യങ്ങളെ ഒരു വ്യത്യസ്തമായ രീതിയിൽ വ്യൂ പോയിന്റിൽ കാണുക. ഇനി സമ്മറിയാണ്. In praise of mistakes, Land takes up an unusual topic. It is generally believed that great writers never commit any mistakes, but Land disapproves this statement. Mistakes may be found in the works of great writers, but they are not noticed by readers. Sometimes mistakes will be a source of pleasure for one may wonder that such great writers do commit mistakes, and so one need not make a fuss of the mistakes committed by ordinary people. അപ്പോൾ ഈ ഇൻ പ്രൈസ് ഓഫ് മിസ്റ്റേക്സ് എന്ന് പറയുന്ന ഈ വർക്കിൽ ഒരു സാധാരണ യൂഷ്വലി ആരും എടുക്കാത്തൊരു ടോപ്പിക്കാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയണത് വലിയ എഴുത്തുകാരൊന്നും ഒരിക്കലും തെറ്റ് വരുത്തില്ല എന്നാണ് ആളുകളുടെ വിശ്വാസം. പക്ഷേ അദ്ദേഹം അതിനോട് യോജിക്കുന്നില്ല. ഗ്രേറ്റ് റൈറ്റേഴ്സിൻ്റെ വർക്ക്സിലും മിസ്റ്റേക്സ് വരാറുണ്ട്, പക്ഷേ അത് വായനക്കാർ കാണുന്നില്ല എന്നേ ഉള്ളൂ. ചിലത് നമുക്കൊരു പ്ലഷറാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക വെച്ചാൽ അങ്ങനെയുള്ള റൈറ്റേഴ്സിന് വരെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. പിന്നെ എന്താ സാധാരണക്കാരായ ആളുകൾക്ക് മിസ്റ്റേക്ക് വരുന്നതിന് കുറ്റം പറയാനൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. Sometimes anachronisms creep in the works of dramatists, poets and novelists. Such slips on the part of the authors are made with reference to events or technical aspects. Shakespeare can be cited for allowing anachronisms to creep in his text. For example, there was no moose in Venice at the time of Othello, as mentioned in Shakespeare's play. അപ്പം ഈ അനാക്രോണിസംസ് എന്ന് പറയണത് നമ്മൾ ആ ഒരു കാലത്തിന് ചേരാത്ത ഒരു കാര്യം. മീൻസ് അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പക്ഷേ അറിയാതെ എഴുത്തിൽ അങ്ങനെ വന്നു പോവുക. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ എഴുത്തുകാരുടെയും പോയറ്റ്സിൻ്റെയും നോവലിസ്റ്റിൻ്റെയൊക്കെ ഇതിൽ മീൻസ് നാടകത്തിൻ്റെ ഇതിലൊക്കെ വർക്കിലൊക്കെ വരാറുണ്ടെന്നാണ് പറയണത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ വർക്ക്സിലൊക്കെ അങ്ങനെ കാണാം. അപ്പം മൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നങ്കുരൊക്കെ താഴ്ത്തുന്ന സ്ഥലമാണ്. അന്നത്തെ കാലത്ത് വെനീസിൽ മീൻസ് ഒതല്ലോ എന്നുള്ള നോവൽ ഡ്രാമയിൽ വെനീസിൽ ഇങ്ങനെ അവിടെ മൂസ് എന്ന് പറയുന്നുണ്ട്. അപ്പം നങ്കുരം ഇടുന്ന സ്ഥലം, നങ്കുരം താഴ്ത്തുന്ന സ്ഥലം, അങ്ങനെ സ്ഥലം അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷേക്സ്പിയർ അതിലങ്ങനെ എഴുതിയിട്ടുണ്ട്. Even great essayists like Lamb and Hazlitt have misquoted from poets. Dr. Johnson, the great writer, also committed mistakes while compiling his famous dictionary of the English language. അതേപോലെ തന്നെ എസ്സേയിസ്റ്റുകളായിട്ടുള്ള ചാൾസ് ലാംബ്, വില്യം ഹാസ്ലിറ്റ്, ഇവരൊക്കെ എന്താ പറയുക, പോയത്തിൽ നിന്ന് ഇങ്ങനെ തെറ്റായിട്ടുള്ള കോട്ടിങ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ ജോൺസൺ, അദ്ദേഹം എന്താണ് ഒരു ഗ്രേറ്റ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബേസ് ചെയ്തുള്ള ഡിക്ഷണറിയിൽ തന്നെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ലൈൻ സേസ് ദാറ്റ് വൺ വിൽ ബി ത്രിൽഡ് ടു നോട്ട് ഡൗൺ എറേഴ്സ് ഇൻ ദ വർക്ക്സ് ഓഫ് അതേഴ്സ്. അപ്പോൾ എന്താണ്, ഒരാളുടെ വർക്കിലുള്ള തെറ്റുകൾ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. ബട്ട് ഇഫ് വി കമ്മിറ്റ് സച്ച് മിസ്റ്റേക്സ് ദെൻ വി മേ നോട്ട് ടേക്ക് ദ മിസ്റ്റേക്ക് സീരിയസ്ലി. അപ്പോൾ പക്ഷേ നമ്മളാണ് ആ തെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്നും അത്ര കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ വേറൊരാൾ തെറ്റാണെങ്കിൽ അത് നമ്മൾ ഊതിപ്പെരുപ്പിച്ച് അങ്ങനെ കാണിക്കും. So he humorously remarks that we should thank the writers because they provide fun. There is another dimension in Lynn's approach to the mistake makers. Lynn says that when fact is revealed as fact, it is of no interest. അപ്പോൾ ഒരു ഫാക്റ്റ് എന്താ പറയുക, പിന്നെ മിസ്റ്റേക്ക് മേക്കേഴ്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിനൊരു ഡയമെൻഷൻ പറയണത്, ഇപ്പോൾ ഫാക്റ്റായിട്ട് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫാക്റ്റിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ബട്ട് വെൻ എ ടോട്ടലി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് മെയ്ഡ് ഇറ്റ് ക്യാച്ചസ് ദ അറ്റൻഷൻ ഓഫ് അതേഴ്സ്. പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് അത് പറയണത് വെച്ചാൽ ആളുകൾക്കിടയിൽ അതൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കും. For example, the fact that William the Conqueror won the Battle of Hastings. But if a boy attributes the victory of William of Orange, he will immediately become a person of national importance. So Lane says that it is not only human but wise to err. അപ്പോൾ ഒരു എന്താ പറയുക, ഉദാഹരണം പറയുക വെച്ചാൽ വില്യം ദ കോൺക്കറർ, അദ്ദേഹം ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് ജയിച്ചു എന്ന് പറയുകയാണ്. പക്ഷെ ഒരു ബോയ് തെറ്റായിട്ട് പറയുകയാണ് വില്യം ഓഫ് ഓറഞ്ച് ആണ് ജയിച്ചതെന്ന്. അപ്പം ഈ ഒരു ബോയിനെ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പം ഈ എറേഴ്സ് ഉണ്ടാവുന്നത് ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്.
ഹ്യൂമൻ ഒരു കുറ്റം ചെയ്യുന്ന പോലെയൊന്നും അല്ല എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഈസ് ഹ്യൂമൻ. ഇങ്ങനെയുള്ള തെറ്റുകൾ എന്താണ് മനുഷ്യന്മാർക്ക് സ്വാഭാവികമാണ്. ബട്ട് വൺ ഷുഡ് നോട്ട് ലുക്ക് ഫോർ മിസ്റ്റേക്സ് അലോൺ ഇൻ എ പോയം ഓർ നോവൽ. പക്ഷേ എന്താണ്, ഒരു പോയത്തിലോ നോവലിലുള്ള തെറ്റുകൾ മാത്രം സൂക്ഷിച്ച് നോക്കുക എന്നുള്ളതല്ല, തെറ്റുകൾ എല്ലാവർക്കും വരും. ദ റീഡർ മസ്റ്റ് റിയലൈസ് ദാറ്റ് ദർ ഇസ് മോർ ബിയോണ്ട് ദ മിസ്റ്റേക്സ്. അപ്പം ഈ ഒരു മിസ്റ്റേക്സിൻ്റെ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് റീഡേഴ്സ് മനസ്സിലാക്കുക. ദറ്റ് ഇസ് എ ബ്യൂട്ടി ഓഫ് ആർട്ട് വിച്ച് വുഡ് ബി മിസ്ഡ് വൈ ലുക്കിംഗ് ഫോർ മിസ്റ്റേക്സ്. അപ്പോൾ എന്താണ്, നമ്മൾ തെറ്റുകൾ ചൂഴ്ന്നെടുക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു വർക്കിൻ്റെ ഭംഗി തന്നെ ഇല്ലാതെയാവും. സോ ലീവ് ഇറ്റ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. വാട്ട് ആർ ദ എറേഴ്സ് ഓഫ് ഓതേഴ്സ് റെഫർ ടു ദ എസ്സേ ഇൻ പോയിൻ്റ് ഔട്ട് ബൈ വേരിയസ് കറസ്പോണ്ടൻസ്. അപ്പം ഈ എഴുത്തുകാരുടെ തെറ്റുകളായിട്ട് പറയുന്നത് എന്താണെന്ന്. ദ ടൈംസ് ന്യൂസ് പേപ്പർ ക്യാരിഡ് ലെറ്റേഴ്സ് അബൌട്ട് ദ മിസ്റ്റേക്സ് കമ്മിറ്റഡ് ബൈ ഫേമസ് men of letters, particularly novelists. Most of them refer to wrong statements regarding date, location of the places and geographical errors. The novelists who deal in fiction can sometimes be inaccurate. Even historians and biographers are not free from such mistakes. Land says that it is possible that authors may commit errors now and then, just like others. ടൈംസ് ന്യൂസ് പേപ്പറിൽ പറയണത് ചില നോവലിസ്റ്റുകൾ ലെറ്റേഴ്സിലൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളാണ്. ചിലപ്പം റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡേറ്റോ അല്ലെങ്കിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ എറർ ആയിരിക്കാം. അപ്പോൾ നോവലിസ്റ്റിനും ഇങ്ങനെ വരാറുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻസിനും ബയോഗ്രാഫേഴ്സിനൊക്കെ വരും. അപ്പം എല്ലാവർക്കും അങ്ങനെ തെറ്റുകൾ പറ്റാം എന്നാണ് അദ്ദേഹം പറയണത്. വാട്ട് റെഫറൻസസ് ഡസ് ലൈൻ മേക്ക് അബൌട്ട് ഷേക്സ്പിയർ ഇൻ ദ എസ്സേ. അപ്പോൾ ഷേക്സ്പിയറിനെ കുറിച്ച് അദ്ദേഹം എന്തൊക്കെ റെഫറൻസസ് ആണ് പറയണമെന്ന് ചോദിക്കുന്നുണ്ട്. പ്രീസ്ലി സേസ് ദാറ്റ് ദ ഗ്രേറ്റ് ഡ്രമാറ്റിസ്റ്റ് ഷേക്സ്പിയർ ഹാവ് കമ്മിറ്റഡ് നമ്പർ ഓഫ് അനാക്രോണിസംസ് നമ്മൾ പറഞ്ഞു, കാലത്തിന് ചേരാത്ത രീതിയിലുള്ള കാര്യം പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഷേക്സ്പിയർ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ജൂലിയസ് സീസർ ദർ ഇസ് എ റെഫറൻസ് ടു എ ക്ലോക്ക് സ്ട്രൈക്കിംഗ്. ഇൻ ജൂലിയസ് സീസറിൽ പറയുന്നുണ്ട്, ഒരു ക്ലോക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷേ ആ ക്ലോക്ക് വാസ് നോട്ട് ഇൻ യൂസ് അറ്റ് ദ ടൈം ഓഫ് ജൂലിയസ് സീസർ. പക്ഷേ ജൂലിയസ് സീസറിൻ്റെ കാലത്ത് ക്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻ വിൻഡേഴ്സ് ടെയിൽ ഇറ്റ് ഇസ് മെൻഷൻ ദാറ്റ് ബൊഹീമിയ ഹാസ് എ സീ കോസ്റ്റ് വിച്ച് ഇസ് എ ജോഗ്രഫിക്കൽ എറർ. വിൻഡേഴ്സ് ടെയിൽ പറയുന്നുണ്ട് ബൊഹീമിയയ്ക്ക് ഒരു സീ കോസ്റ്റ് ഉണ്ട് എന്ന്, കടൽ തീരുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല, അതൊരു ജോഗ്രഫിക്കൽ എററാണ്. പിന്നെ ദർ വാസ് നോ മൂസ് ഇൻ വെനീസ് അറ്റ് ദ ടൈം ഓഫ് ഒതല്ലോ ആസ് മെൻഷൻ ബൈ ഷേക്സ്പിയർ ഇൻ ദ പ്ലേ. അതുപോലെ തന്നെ പറയുന്നുണ്ട് വെനീസിൽ മൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മൂസ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, നങ്കൂരൊക്കെ താഴ്ത്തുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലം തന്നെ വെനീസിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒതല്ലോ എന്നുള്ള ഡ്രാമയിൽ അങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ഷേക്സ്പിയർ കമ്മിറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ആണ്. വാട്ട് അക്കോർഡിംഗ് ടു ലൈൻ ഇസ് എ ചീഫ് വാല്യൂ ഓഫ് എറർ. അപ്പോൾ ചീഫ് വാല്യൂ ഓഫ് എറർ എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. Priestley says that all comedy springs from one enjoyment of other people's mistakes. If we not make mistakes, there would not be nothing in the world to laugh at. So we may tribute to error for making us laugh. It is wrong on our part if we make fun of the mistakes. Hence, Priestley concludes that it's only human but wise to err. അപ്പോൾ എന്താ പറയണ വെച്ചാൽ ഇങ്ങനെയുള്ള തെറ്റുകളിൽ നിന്നാണ് ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനായിട്ട് ലോകത്തിലൊന്നും ഉണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള മിസ്റ്റേക്സിനൊക്കെ അതിനോടൊക്കെ നമ്മൾ യോജിക്കണം. കാരണം അതൊക്കെയാണ് ഇങ്ങനെയുള്ള മിസ്റ്റേക്സാണ് ചില കാര്യങ്ങൾ, ചില ഫൺ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമറസ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒരു ഹ്യൂമൻ നേച്ചറാണ് ഇങ്ങനെയുള്ള തെറ്റുകൾ വരിക എന്നുള്ളത്. സോ എറേഴ്സ് എല്ലാവർക്കും വരും. നമ്മൾ ആ എറേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം ഈ എസ്സേയിലൂടെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. സോ ദിസ് ചാപ്റ്റർ ഇസ് ഓവർ. താങ്ക് യു.